നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് 18, അതായത് നാളെ ഇടവ മാസം 4-ാം തീയതി രാഹു കേതു രാശിമാറ്റം നടക്കാൻ പോവുകയാണ്. ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം നൽകുന്ന സമയം ആഗതമാകുന്നു നാളെ മുതൽ. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നാളത്തെ ദിവസം മുതൽ ശിവക്ഷേത്ര ദർശനം ആഴ്ചയിൽ ഒരിക്കലെന്നോണം മുടങ്ങാതെ നടത്തേണ്ടതാണ്. കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ നവഗ്രഹ ആരാധന ആവശ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനവും ആഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ, തിങ്കളാഴ്ച ദിവസങ്ങളാകട്ടെ, അപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസവും ആഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ ശിവക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. അപ്പോൾ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് തുടർന്ന് പറയുന്നതാണ്. അപ്പോൾ അന്നേ ദിവസം മനമുരുകി പ്രാർത്ഥിക്കുക. എപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും, അത് ഇന്ന ക്ഷേത്രമെന്നോ ദേവീക്ഷേത്രമെന്നോ അല്ലെങ്കിൽ ദേവൻ്റെ ക്ഷേത്രമെന്നോ എന്ന് വ്യത്യാസമൊന്നുമില്ല. പോകുന്ന വേളയിൽ നമ്മളുടേതായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായ പ്രാർത്ഥനകളൊക്കെയും ഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റമുണ്ടാകുമെന്നതിൽ അപ്പുറമായിട്ടൊരു പോസിറ്റീവ് ഊർജം തന്നെ നമ്മളുടെ ആ മനസ്സിനും ശരീരത്തിലേക്കും എത്തുന്നതാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് വളരെയേറെ പ്രാധാന്യമേറുന്നത്. എത്ര നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊക്കെയും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും പിന്നീടൊരു പോസിറ്റീവ് തരംഗമായിരിക്കും നമ്മളെ വലയം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഫലിക്കുന്നതും. കൂടാതെ നമ്മൾക്കൊരു ചൈതന്യം ക്ഷേത്ര ആ മതിൽക്കെട്ടിനകത്ത് നിൽക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ വളരെയധികം അനിവാര്യമാണ്. കൂടാതെ നാമോച്ചാരണങ്ങൾ, അറിയുന്ന മന്ത്രങ്ങളൊക്കെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശിവഭഗവാന് നൽകാവുന്ന ചൊല്ലാവുന്ന മന്ത്രങ്ങൾ, അതേപോലെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ദേവിക്ക് സമർപ്പിക്കാൻ നമ്മളുടെ മനസ്സുകൊണ്ടുള്ള അർച്ചന എന്നോണം മന്ത്രങ്ങളൊക്കെ നിങ്ങൾ കാണപ്പടമൊക്കെയൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് ശ്രമിച്ച് ക്ഷേത്രാങ്കണത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ആ ദേവവിഗ്രഹത്തെ ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാകുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് അമ്മമാർക്കൊക്കെ അത് മനസ്സിലാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ടാകും, ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട്. അപ്പോൾ ഇവിടെ രാഹു കേതു രാശിമാറ്റം നാളെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി 5 നക്ഷത്രക്കാർക്ക് വളരെ നല്ല സൗഭാഗ്യ സമയമാണ് ആഗതമാകുന്നത്. ദുരിതങ്ങൾക്ക് അവസാനമുണ്ടാകും, പ്രശ്നങ്ങൾ അകലും. അത് സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ദാമ്പത്യ പ്രശ്നങ്ങളാകാം, സന്താനങ്ങളില്ലാതെ വലയുന്ന പ്രശ്നങ്ങളാകാം, എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ബുദ്ധിമുട്ടുകളാകും. അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു രക്ഷയുണ്ടാകാൻ പോവുകയാണ്. അതൊക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. മഹാഭാഗ്യകാലം തന്നെ ആരംഭമാകുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്? പ്രാർത്ഥനയാണ് വേണ്ടത്. ദുരിതങ്ങൾ ഒഴിയുന്നതായിരിക്കും. നവഗ്രഹ ആരാധനയും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിച്ച് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നവഗ്രഹ ആരാധന നടത്തുന്ന വേളയിൽ 9 തവണ വേണം പ്രദക്ഷിണം ചെയ്ത. നവഗ്രഹങ്ങൾ 9 അപ്പോൾ 9 തവണ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കണം. ദുഃഖങ്ങൾ ഒഴിയുന്നതാണ്, ദുരിതങ്ങൾ അകലുന്നതാണ്, ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്, ദൃഢമായ ഒരു ആരോഗ്യം ഉണ്ടാകുന്നതാണ്. അടിക്കടിയുള്ള മരുന്ന് മന്ത്രം എന്ന് പറഞ്ഞുള്ള ആ ഒരു നടത്ത ഒഴിയുന്നതാണ്. അസുഖമാണ് വളരെയേറെ ഇപ്പോൾ ആളുകളെ വലച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, മധുരം കഴിക്കാൻ വയ്യ, എരിവ് കഴിക്കാൻ വയ്യ, പുളി കഴിക്കാൻ വയ്യ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ വലയുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഇതിനെയൊക്കെ പകുതി വരെ നമ്മൾക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും. എങ്കിലും മന്ത്രവും വേണം, മരുന്നും ഒരുപോലെ തന്നെയാണ് വേണ്ടുന്നത്. ഉയർച്ചയുടെ സമയമാണ് 5 നക്ഷത്രക്കാർക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ സാമ്പത്തിക നിലയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വരുന്ന 20 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് ദൃശ്യമാകും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ തുനിഞ്ഞാൽ പോലും അതിൽ നിന്ന് നേട്ടമുണ്ടാകും. നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ അവൻ എന്തെങ്കിലും ഒന്ന് നട്ടു വളർത്തിയാൽ 100 മേനി വിളവായിരിക്കും. അതേപോലെ തന്നെ ചില ആളുകൾ എന്തെങ്കിലും നട്ടാൽ അത് എപ്പം കരിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ കളിയായും തമാശയായും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു 20 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 20 ദിവസത്തിന് ഉള്ളിലുള്ള ആ ഒരു കാലഘട്ടം വളരെയധികം മേന്മയും വിളവും നേട്ടങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കരാറുകൾ ഒപ്പിടുന്നു, അല്ലെങ്കിൽ ചില വസ്തുക്കളുടെ കാര്യത്തിന് അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പല കരാറുകൾക്കുമൊക്കെ വളരെയേറെ ഉചിതമായ സമയം കൂടിയാണ്. അതൊക്കെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്നതിൽ സംശയം വേണ്ട. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും, ഗുണാനുഭവമായ പല കാര്യങ്ങളും നടക്കുന്നതാണ്. വിവാഹ ആലോചനകൾ, ഉത്തമമായ വിവാഹം നടക്കാനൊക്കെയുള്ള യോഗം ഈ 5 നക്ഷത്രക്കാർക്ക് എത്തുന്നതാണ്. ഉത്തമ സമയം തന്നെയാണ്, നേട്ടമാണ്, അഭിവൃദ്ധിയാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ദുരിതമൊഴിഞ്ഞ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ 5 നക്ഷത്രക്കാരാണ് ഉൾപ്പെടുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത്
വിശാഖം നക്ഷത്രമാണ്. സൗഭാഗ്യ സമയമാണ്. രാഹുകേതുവിൻ്റെ മാറ്റത്തോടെ നാളെ ആരംഭിക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക്. കഴിഞ്ഞ കുറേ നാളുകളായുള്ള ബുദ്ധിമുട്ടുകൾ, അത് മാനസികമായി ഒരുപാട് വ്യതകൾ, ആകെ ഒരു ഡിപ്രഷൻ അവസ്ഥയിലോട്ടൊക്കെ പോയവരുണ്ടാകും. ഈ ഇടക്കാലത്തിൽ വളരെ ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നാണ് ഉണ്ടായതും. അപ്പോൾ അതൊക്കെ ഒരുപാട് മനസ്സിനെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. ആ ഉലച്ചിലൊക്കെ മാറാൻ പോവുകയാണ്. നമ്മളെ ചതിച്ച ഒരാൾ ഒരു കാര്യം നേടിയെടുത്താൽ അതൊന്നും ശാശ്വതമായി നിൽക്കുകയില്ല. അത് നിങ്ങളുടെ ഭക്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല വിധത്തിൽ മനസ്സിലായിട്ടുള്ളതാകും. കാരണം നിങ്ങൾ ആ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ഫലമായി ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നൊക്കെ കരകയറിയിട്ടുണ്ട്. തലനാടിലേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു നക്ഷത്രം കൂടിയാണ് വിശാഖം നക്ഷത്രം. അപ്പോൾ കുടുംബ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ആളുകൾക്ക്, അതായത് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തുതർക്കമാണ് അതിനെ എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നും ശരിയാവാത്ത ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആകെ ഒരു നടുക്കടലിൽ പെട്ട അവസ്ഥ. ചുറ്റും നിൽക്കുന്നവർ ബന്ധുക്കളാണെങ്കിൽ പോലും ഇപ്പോൾ ശത്രുഭാവത്തിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിന് മാറ്റം ഉണ്ടാകുന്നതാണ്. അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നൽകാവുന്ന ഒരു ഉപദേശം അത് മാത്രമേ ഉള്ളൂ. അമിതമായി വിശ്വസിക്കാതിരിക്കുക. ഒരു ജോലിയുടെ കാര്യമാകട്ടെ, വിവാഹ കാര്യമൊക്കെ ആകട്ടെ, അത് നടന്നതിന് ശേഷം എല്ലാവരും അറിയട്ടെ. അല്ലാതെ ചില ആളുകളോടൊന്നും അത് രഹസ്യമായി നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നില്ല, ആരോടെങ്കിലും പറഞ്ഞേക്കാം എന്ന് ചൊല്ലി ചില സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വീട്ടിലുള്ള ആളുകളോടല്ല മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ഒന്ന് രണ്ട് തവണ ചിന്തിക്കുക അവരോട് പറയണോ എന്ന്. കാരണം ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കൂ എന്ന് പറഞ്ഞ് പറയുന്നത് ചിലപ്പോൾ പരസ്യമാകാനും നമ്മൾക്ക് ആ എത്താൻ പോകുന്ന ഭാഗ്യത്തിന് തടസ്സമായി മാറാനും ഒരു കാരണമാകും. അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാർ അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുക എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ഉപദേശം മാത്രമാണ്. അപ്പോൾ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകേണ്ടേ, എപ്പോഴും ഇങ്ങനെ അലഞ്ഞു നടന്നാൽ പോരല്ലോ. അപ്പോൾ ഒരു നേട്ടമൊക്കെ വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് മനസ്സിനൊരു കട്ടിയൊക്കെ തരാൻ, അതായത് എന്ത് കാര്യവും വരുമ്പോഴും അടിപതറാതിരിക്കണമെങ്കിൽ ഭഗവാൻ മഹാദേവനെ തന്നെ നിങ്ങൾ അഭയം പ്രാപിക്കുക. അതുകൂടാതെ നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. രാഹുവിനും കേതുവിനും അർച്ചന കൂടി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റം ഉണ്ടാകും. മനസ്സിനൊരു കട്ടിയൊക്കെ ഉണ്ടാകാൻ ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക. എൻ്റെ മനസ്സിനൊരു ധൈര്യം വരണം, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന ഒരു ദൃഢനിശ്ചയം എനിക്ക് എടുക്കാൻ അങ്ങ് സഹായിക്കണം എന്ന് വെച്ചാൽ അങ്ങയുടെ ആ ഒരു കവചം എന്നിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് പോസിറ്റീവായൊരു എനർജി ഉണ്ടാകും എന്ന് നിങ്ങളത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അങ്ങ് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ജീവിച്ച് കാണിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം തരണം, ഒരു ധൈര്യം തരണം, ആത്മവിശ്വാസം തരണം എന്നൊക്കെ മഹാദേവനോട് പ്രാർത്ഥിക്കുക. അത് ശിവപാർവതി ക്ഷേത്ര ദർശനം അനിവാര്യമായ സമയമാണ്. കൂടാതെ ഗണപതി ഭഗവാനെയും മുരുക ഭഗവാനെയും പ്രാർത്ഥിക്കുക. അവർക്കും വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ഒരു മാറ്റം, വളരെ വലിയൊരു മാറ്റം, ഒരു മാറ്റമെന്ന് പറയുകയല്ല, ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ പല മേഖലകളിൽ, അത് ജോലിയുമായി ബന്ധപ്പെട്ട്, അതേപോലെ വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട്, സന്തതികളുമായി ബന്ധപ്പെട്ട്, വസ്തുവകകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മാറ്റത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ലാഞ്ചന വരികയാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രവൃത്തി ഇതെല്ലാം വളരെയധികം മുൻഗണന കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇനിയുള്ള ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ. വളരെ വലിയ ഭാഗ്യം കയ്യിലേക്ക് എത്താൻ പോവുകയാണ്. അതിനെ നിമിഷ നേരം കൊണ്ട് തട്ടിത്തെറിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ കൂടി ശ്രമിക്കണം. വിശാഖം നക്ഷത്രക്കാരോട് മാത്രം പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ്. ചില സമയങ്ങൾ ചതിക്കുഴികൾ ചുറ്റുമുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അനിവാര്യമാണ്. ശിവക്ഷേത്ര ദർശനം മറക്കണ്ട. അടുത്ത നക്ഷത്രമായി വരുന്നത് അനിഴമാണ്. ഒരുപാട് ദുഃഖദുരിതങ്ങളുള്ള ഒരു നക്ഷത്രവും സമയവും ഒക്കെ ആയിരുന്നു. അതിനൊക്കെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഇനി ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. മക്കളെക്കുറിച്ചുള്ള ആദി, സ്വന്തമായി ഒരു ഗൃഹമില്ലാത്ത ആദി, എന്നാൽ ഗൃഹമുണ്ടെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ബാലൻസ് കിടക്കുന്നു എന്ന വിഷമം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടത്തിച്ചു അതിൻ്റെ ബാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും തുകകൾ കൊടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നു, അങ്ങനെ ഓർത്തുള്ള പല വിഷമം, ഒന്നിനു പിറകെ ഒന്നായി വിഷമം. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. സൗഭാഗ്യ സമയമാണ് രാഹുകേതുക്കളുടെ മാറ്റം നിമിത്തമുണ്ടാകുന്നത്. ശത്രുദോഷം ധാരാളമായിട്ടുണ്ട്. അത് പുറത്തുനിന്ന് ചെയ്യുന്നത് കൊണ്ട് അകത്ത്, അതായത് അറിഞ്ഞും അറിയാതെയും പല രീതികളിലൂടെ ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ പെടാത്ത പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശമനം ഇവിടെ രാഹുകേതുക്കളുടെ മാറ്റം നിമിത്തം താനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്താണ് ആവശ്യം? പ്രാർത്ഥന ആവശ്യമാണ്. പരാജയപ്പെടുത്തുകയില്ല ഭഗവാൻ. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയൊരു ഉയർച്ചയും വലിയൊരു നേട്ടവും ഭാഗ്യവുമാണ് നാളെ മുതലുള്ള സമയം നിങ്ങളെ കാത്തിരിക്കുന്നത്. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. വളരെയധികം ധനം,
ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. ഈ ഇടക്കാലത്ത് ധനം വളരെയധികം വിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ ചിലവുകളെന്നല്ല, ചില അനാവശ്യമായ രീതിയിൽ ആളുകളെ വിശ്വസിച്ചത് കൊണ്ടും പല നഷ്ടങ്ങൾ വന്നു. അത് പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയുമാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. 10ാം ഭാവത്തിലാണ് രാഹു വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാറ്റം വളരെയധികം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ നേട്ടമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ മാതാവിൻ്റെ മേലൊരു കണ്ണ്, നിങ്ങൾ മക്കളായിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ മകനായിട്ടുള്ള ആണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള ആരായാലും മാതാവിൻ്റെ കാര്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ ആശുപത്രി വാസം, അല്ലെങ്കിൽ മറ്റു വീട്ടിലുള്ള സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൂട്ടിരിക്കേണ്ടതൊക്കെ അവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യത കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നതുപരി മറ്റു രീതി നോക്കുകയാണെങ്കിൽ നല്ല സമയമാണ്. ആഹാരം, മരുന്ന് ഇതൊക്കെ കൃത്യമായി കുടുംബത്തിലുള്ള ആളുകൾ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നു എന്നതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം മുടക്കേണ്ട, നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രമാകട്ടെ പ്രാർത്ഥിച്ചുകൊള്ളൂ. രാഹുകേതു പൂജയൊക്കെ നടത്തുകയാണെങ്കിലൊക്കെ വളരെയധികം ഉത്തമമാണ്. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനവും മുടക്കേണ്ട, അവിടെ പ്രാർത്ഥിക്കുക, വിഘ്നങ്ങളൊക്കെ മാറ്റാനും. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപും ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നേടാമെങ്കിൽ ആ കാര്യം പൂർണ്ണ വിജയമാകുമെന്നത് അച്ചിട്ടാണ്. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മകം പൂരം നക്ഷത്രക്കാർക്കും സൗഭാഗ്യ സമയമാണ്. രാഹുകേതുക്കളുടെ മാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അലച്ചിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. വിദേശ യോഗമൊക്കെ തെളിയുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനവർദ്ധനവിൻ്റെ സമയമാണ്. കിട്ടാക്കടങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കിട്ടാതിരുന്ന പല ധനങ്ങളും നിങ്ങളിലേക്ക് എത്തേണ്ട സമയമാണ്. പൂർവിക സ്വത്തിന് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് വഴക്ക് വിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂല വിധി വരാനുള്ള ഭാഗ്യവും സമയവും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. ബിസിനസ് കൊണ്ട് നേട്ടം കൊയ്യാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ ധാരാളമായുള്ള സമയമാണ്. ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ധാരാളമായി വരികയും ദുഃഖത്തിന് ഇപ്പോൾ താൽക്കാലികമായ ഒരു വലിയ മാറ്റങ്ങളൊക്കെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയും. എല്ലാ രീതിയിലും ഉയർച്ചയും മാറ്റവും ഉണ്ടാകും. അപ്പോൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാളെ മുതലുള്ള സമയം രക്ഷപ്പെടാൻ കഴിയും. സൗഭാഗ്യകാലം തന്നെയാണ്. നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം, അതായത് മകം പൂരം നക്ഷത്രക്കാർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താനും സാധിക്കുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. മാറ്റമുണ്ടാകുന്നതാണ്. ഇന്ന് നാരായണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ക്ഷേത്ര ദർശനം നടത്താനായിട്ട്. ദുരിതം മാറ്റണേ ഭഗവാനെ എന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന വേളയിൽ നാരായണ എന്ന് ജപിച്ച് ചുറ്റമ്പലത്തിലൊക്കെ വലം വയ്ക്കുന്ന വേളയിലൊക്കെ നാരായണ എന്ന ആ സമയത്ത് മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക. ദുരിതങ്ങൾ ഒഴിയുന്നതാണ്. രാഹുകേതുക്കളുടെ മാറ്റം വളരെയധികം ഭാഗ്യമായതിനാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. എന്നാലും പ്രാർത്ഥന അനിവാര്യം തന്നെയാണ്. നല്ല സമയമൊക്കെയാണെന്ന് കരുതി പ്രാർത്ഥിക്കാതിരിക്കരുത്. ഏത് നിമിഷവും കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണ് ശാശ്വതമായ ഒരു ഫലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മറക്കാതിരിക്കുക.